എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ധർമ്മശാലയിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20 മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയതിനു പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വികാരാധീനനായി കണ്ണീരൊഴുക്കിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഏകപക്ഷീയ വിജയത്തിനു ശേഷം എപ്പോഴും പുഞ്ചിരിക്കുന്ന സൂര്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അഭിഷേക് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും തകർപ്പൻ ബാറ്റിംഗ് മികവിൽ 118 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു. ഈ വിജയം പുതിയ ടീം ഇന്ത്യയുടെ കരുത്തും സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ലോകം കീഴടക്കാനുള്ള അവരുടെ ശേഷിയും തെളിയിക്കുന്നതായി മാറി. എന്നാൽ ഈ വിജയത്തിനു ശേഷം നമ്മൾ കണ്ട സൂര്യയുടെ രൂപം ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയത്തെ സ്പർശിച്ചു. മത്സരം വിജയിച്ച ശേഷം ക്യാപ്റ്റൻ വികാരാധീനനാകുകയും കണ്ണീർ വാർക്കുകയും ചെയ്തു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും അനുസ്മരിച്ചു. ഒപ്പം ഹാർദിക് പാണ്ഡ്യയെ കെട്ടിപ്പിടിച്ചു നടത്തിയ ഹൃദയസ്പർശിയായ പ്രസ്താവന രാജ്യം മുഴുവൻ വികാരഭരിതമാക്കി. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഡിസംബർ 14 രാത്രി ദക്ഷിണാഫ്രിക്കയെ നിലം പരിശാക്കി ഇന്ത്യ ചരിത്ര വിജയം കുറിച്ചു. ആദ്യം ബൗൾ ചെയ്ത ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ വെറും 117 റൺസിന് ഓൾ ഔട്ടാക്കി. മറുപടി ബാറ്റിംഗിൽ അഭിഷേകും ഗില്ലും ചേർന്ന് കൊടുങ്കാറ്റായി മാറി. മത്സരം അവസാനിച്ചതിനു ശേഷം ടീമംഗങ്ങൾ പരസ്പരം അഭിനന്ദിക്കുമ്പോൾ ക്യാമറ ഒപ്പിയെടുത്ത ദൃശ്യമാണ് ആരാധകരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുക. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വികാരഭരിതനാകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത് 360 ഡിഗ്രി ഷോട്ടുകൾ കളിക്കുന്ന സൂര്യയായിരുന്നില്ല. ക്യാപ്റ്റൻസിയുടെ ഭാരവും രോഹിത് വിരാട് പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമ്മർദ്ദവും തോളിലേറ്റിയ സൂര്യയായിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിക്കുമ്പോൾ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും സൂര്യ അനുസ്മരിച്ചു. അവരില്ലാത്തപ്പോൾ ഗ്രൗണ്ട് ശൂന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരെയും സ്പർശിച്ചു. അതിങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് രോഹിത് ഭായിയെയും വിരാട് ഭായിയെയും ഒരുപാട് ഓർമ്മ വരുന്നു. ഞങ്ങൾ ടോസിന് പോകുമ്പോൾ രോഹിത് ഭായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിരാട് ഭായിയെ തിരഞ്ഞു. അവരില്ലാത്തപ്പോൾ ഈ ടീം വ്യത്യസ്തമാണ്. ഈ വിജയം അവരുണ്ടാക്കിയ അടിത്തറയിലാണ്. ഞാൻ ഈ വിജയം ആ 2 ലെജൻഡുകൾക്കും സമർപ്പിക്കുന്നു. ഹാർദിക്കുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂര്യ പറഞ്ഞ വാക്കുകൾ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടു. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷേ ഹാർദിക് എൻ്റെ സഹോദരനാണ്, എൻ്റെ മാച്ച് വിന്നറാണ്. ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സ് നടക്കുമ്പോൾ ഹാർദിക് എന്നോട് പറഞ്ഞു, സൂര്യഭായി വിഷമിക്കേണ്ട, ഞാൻ വിക്കറ്റ് എടുക്കും. അവൻ അത് ചെയ്തു. 100ാം വിക്കറ്റ് നേടി. കഴിഞ്ഞ കുറച്ചു കാലമായി ഹാർദിക് അനുഭവിച്ചതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അവൻ തെളിയിച്ചു, അവനൊരു സിംഹമാണ്. അഭിഷേക് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും ബൗളർമാരുടെയും പ്രകടനത്തെയും സൂര്യ അഭിനന്ദിച്ചു. അഭിഷേക് ആദ്യ പന്തിൽ തുടങ്ങിയ രീതിയും ഗിൽ നൽകിയ സ്ഥിരതയും ഗംഭീരം. ഹർഷിത് റാണ അരങ്ങേറ്റക്കാരനെ പോലെയല്ല, പവർ പ്ലേയിൽ വിക്കറ്റുകൾ നേടി. വരുണും കുൽദീപും സ്പിന്നുകൊണ്ട് നിയന്ത്രിച്ചു. ഇതാണ് പുതിയ ടീം ഇന്ത്യ, ആരെയും ഭയപ്പെടുന്നില്ല, സൂര്യ പറഞ്ഞു. എന്നാൽ യുവതാരങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അഭിഷേക് ആദ്യ പന്തിൽ തുടങ്ങിയ രീതിയും സ്ഥിരതയും ഗംഭീരം. മറ്റൊരു ഓപ്പണറായുള്ള ഗില്ലിന്റെ പിന്തുണയും നന്നായി. യുവ ടീം മുന്നോട്ടു പോകാൻ ഈ തുടക്കം വേണം. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടുകാരന്റെ വെടിക്കെട്ട് പ്രകടനം അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കൂടുതൽ ഫ്ലെയർ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊരു വാചകവും സൂര്യയുടെ വായിൽ നിന്നും വന്നിരുന്നു. സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച മാധ്യമപ്രവർത്തകർക്കിടയിൽ ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ എത്തുമോ എന്ന ചോദ്യമുയർന്നു. ടീമിൽ സഞ്ജുവിനെ പോലെ ഫ്ലെയർ ഉള്ള മറ്റൊരു താരം ഈ സീരീസിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സഞ്ജുവിനെയാണ് ഉദ്ദേശിച്ചതെന്നും ശുഭ്മാൻ ഗില്ലിന്റെ സമീപകാല പ്രകടനങ്ങളിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തനല്ലെന്നും ക്രിക്കറ്റ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. എന്തായാലും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരവസരവും നൽകിയില്ല. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു T20 ലീഡർക്ക് വേണ്ട ആക്രമണകാരിത കാണിക്കാൻ ഇന്ന് അദ്ദേഹത്തിനായി. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐക്യത്തിന്റെയും പുതിയ ഊർജ്ജത്തിന്റെയും പ്രതീകമാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ 2026 T20 ലോകകപ്പ് നേടുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.